നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റ് അവസാനിക്കുമ്പോൾ ചെറിയൊരു തിരിച്ചുവരവിന് മാർക്കറ്റ് ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 25,200 ജസ്റ്റ് താഴെയാണ് എന്നാലും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അനിശ്ചിതത്വം തന്നെയാണ് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. താരിഫിൻ്റെ തീരുമാനങ്ങളൊന്നും ആവുന്നില്ല, അതങ്ങനെ നീണ്ടുപോകുന്നു. അതിനിടയിൽ റഷ്യയോട് യുദ്ധം നിർത്തിക്കൊള്ളണം, 50 ദിവസത്തിനകം അല്ലെങ്കിൽ 100% ടാരിഫാണ് നിങ്ങൾക്ക് ഏർപ്പെടുത്താൻ പോവുക എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണയോ ഒക്കെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലെയും 100% ടാരിഫിൽ ഉൾപ്പെടുത്തുമെന്ന് ഉള്ള ഒരു ഭീഷണി നിലവിലുണ്ട് താനും. ഇങ്ങനെയുള്ള അനിശ്ചിതത്വങ്ങൾക്കിടയിലാണ് മാർക്കറ്റ്. ഏത് വഴിയേ പോകണം എന്ന് ഒരു തീരുമാനമാകാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ശക്തമായ ഒരു താഴ്ചയോ മുന്നേറ്റമോ ഒന്നും ഉണ്ടാകാതെ അങ്ങനെ ഒരു സ്റ്റെബിലൈസ് ചെയ്ത രീതിയിൽ നിൽക്കുകയാണ്. 25,000-ലെത്തി അങ്ങനെ ഒരു തടസ്സങ്ങളിൽ പെട്ട് നിൽക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. 25,200-ലേക്ക് എത്തുകയാണ് ഇന്ന് മാർക്കറ്റിന് നോക്കിയാൽ അറിയാം അതിൻ്റെ ആ പ്രകടനത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം. പതുക്കെ മൈനസിൽ തുടങ്ങുന്നു, മൈനസ് പതുക്കെ പ്ലസ്സായി മാറുകയാണ് ചെയ്യുന്നത്. അവസാനമാകുമ്പോഴേക്കും അത് ഇത്രയും പോയിന്റുകളിൽ ഒതുങ്ങുന്നു എന്നുള്ളത് വേറൊരു വസ്തുത. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിന് ഉത്തേജനം പകരുന്ന എന്തെങ്കിലും ന്യൂസുകൾ വരേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ട്രിഗർ പ്രതീക്ഷിച്ച് മാർക്കറ്റ് കാത്തു നിൽക്കുകയാണ് മുന്നോട്ടുള്ള കുതിപ്പിന് എന്ന് വേണമെങ്കിൽ പറയാം. എന്തുമാവട്ടെ, മാർക്കറ്റിൽ വന്നിട്ടുള്ള 1-2 ന്യൂസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് കരുതുന്നു. ഇൻഫ്ലേഷൻ ഡേറ്റാസ് പുറത്തു വന്നു. അപ്പോൾ CPI ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് 6 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നാണ് പറയുന്നത്. 2.1 ആണ് ഇൻഡെക്സിൻ്റെ നിൽപ്പ്. പ്രൈമറി അതായത് കൺസ്യൂമർ ഐറ്റംസിൽ, അതായത് ഫുഡ് ഐറ്റംസിന് ഉണ്ടായ ഏറ്റവും വലിയ കുറവിലാണ് ഈ റേറ്റുകൾ ഇത്രയും താഴോട്ട് വന്നതെന്നാണ് പറയുന്നത്. അത് ഇനിയും താഴാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. 1.9 ഒക്കെ ആകും ജൂലൈയിൽ എന്ന് പറയുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ടെന്നൊക്കെയാണ് നിരീക്ഷകർ പറയുന്നത്. ഇതുമാവട്ടെ, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇപ്പോൾ 2.1-ലാണ് ജൂണിൽ നിന്നത്. അതേസമയം ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സോ അത് ഇൻഫ്ലേഷൻ അല്ല ഡിഫ്ലേഷൻ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. -0.1 ആണ് ഇന്ന് ഹോൾസെയിൽ ഇൻഡെക്സ് പ്രൈസ് നിൽക്കുന്നത്. എന്ന് പറയുമ്പോൾ അത് ഡിഫ്ലേഷനിലേക്ക് വന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം നൽകുന്ന ഒരു ഉത്തേജനത്തിൽ നിന്നാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ചെറിയൊരു തിരിച്ചുവരവ് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. മാർക്കറ്റിനെ സംബന്ധിച്ച് അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഫ്ലേഷനൊക്കെ താഴ്ന്നു നിൽക്കുക, ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറയും എന്ന് കരുതുന്നു. അടുത്ത മാസം RBIയുടെ അവലോകനത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും ഒരു 0.5% കൂടി കുറയ്ക്കാനുള്ള സാധ്യത എല്ലാവരും കാണുന്നുണ്ട്. അതൊക്കെ മാർക്കറ്റിന് നല്ല ന്യൂസുകളാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പിച്ചൊന്നും പറയാനൊന്നും ആയിട്ടില്ല കേട്ടോ. 0.25 സാധാരണഗതിയിൽ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് വെച്ച് പറയുന്നതേ ഉള്ളൂ. അത് അങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യതകൾ നമ്മളുടെ മാർക്കറ്റിൽ തെളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇൻഫ്ലേഷൻ മാത്രമല്ല, ഇൻഫ്ലേഷൻ ഇന്നിപ്പോൾ RBI ഗവർണറുമായി ഉണ്ടായ ഒരു അഭിമുഖത്തിൽ പറയുന്നത് RBI നോക്കുന്നത് ഈ ഇൻഫ്ലേഷൻ മാത്രമല്ല, അതായത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അല്ലെങ്കിൽ മുതൽ മുടക്ക് മേഖലയിൽ GSTയുടെ വർധന എത്രയുണ്ടെന്നും പുരോഗതി, മാനുഫാക്ചറിങ്ങിലെ പുരോഗതി എത്രയുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ റീപ്പോ നിരക്ക് കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ ആലോചിക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻഫ്ലേഷൻ മാത്രമല്ല അതിലെ മാനദണ്ഡം എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. എന്നാൽ തന്നെയും എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു 0.5% കൂടി റിപ്പോ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് ഇൻഫ്ലേഷൻ ഇത്രയൊക്കെ താഴെ വന്നതുകൊണ്ടാണ് കേട്ടോ അതൊക്കെയാണ്
മാർക്കറ്റിൽ ഇന്ന് വന്നിട്ടുള്ള ന്യൂസുകൾ പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജെയിൻ സ്ട്രീറ്റ് ഇൻസിഡന്റ് ഓർക്കുന്നുണ്ടല്ലോ, ആ മാൽ പ്രാക്ടീസ് നടത്തിയെന്നും പറഞ്ഞ് ജെയിൻ സ്ട്രീറ്റിനെ സെബി പുറത്താക്കി. അവർ 4488 കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് 4800 കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് അവരൊരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ് സെബിക്ക്. ഇപ്പം ഞങ്ങളെ വീണ്ടും ട്രേഡ് ചെയ്യാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 4888 കോടി രൂപ അവരിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എസ്ക്രോ അക്കൗണ്ടിൽ. ഇതൊക്കെ എന്നിട്ട് കേസിനും പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താകുമെന്ന് കണ്ടറിയണം. മാർക്കറ്റിന് എന്തായാലും അതൊരു പ്ലസ് ആയിട്ടുള്ള വാർത്തയാണ്. കാരണം ഇവർ കേസിനൊക്കെ പോയി കഴിയുമ്പോൾ അത് യാഥാർത്ഥ്യം നിയമത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് തെളിയിക്കപ്പെടും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമോ അതോ സെബിയുടെ നിഗമനങ്ങളാകുമോ ശരി എന്നുള്ളത് കണ്ടറിയണം. എനിവേ, അതാണ് ഇന്നത്തെ മറ്റൊരു ന്യൂസ് വന്നത്. അപ്പോൾ നമ്മൾക്ക് ഇന്നും പറയാനുള്ള മറ്റു ചില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് റിസൾട്ട് വരുന്ന ഓഹരികളുടെ ചലനങ്ങൾ പലതും നല്ല രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൺസ്യൂമറായി, അതായത് FMCG സെക്ടറിനാണ് ഒരു ഇത്തിരിയോടെ പ്രാധാന്യം ഇന്നും നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഈ അടുത്ത ഒരു ക്വാർട്ടർ വരെയെങ്കിലും FMCG സെഗ്മെൻറ്റ് നല്ല മൂവ്മെൻറ്റ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ FMCG സെഗ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെയും മാരിക്കോവിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അത് മുന്നേറിയിട്ടുണ്ട്. ഇന്ന് അതുപോലെ ഒരു ഓഹരിയെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് മോട്ടിലാൽ ഓസ്വാളൊക്കെ ബൈ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. അതൊരു ആശുപത്രി മേഖലയിൽ ഡെൻ്റൽ കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷ്മി ഡെൻ്റൽ ലിമിറ്റഡ് ആണ്. അത് ഈ വർഷം IPO വന്ന ഷെയറാണ്. IPOയേക്കാൾ ഉയർന്ന നിലയിൽ അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. 542 അത് 588 രൂപ വരെ പോയി ലിസ്റ്റിങ്ങിൽ. അത് കഴിഞ്ഞത് തുടർച്ചയായി താഴോട്ട് വരികയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും ഒരല്പം പ്രകടനം കാഴ്ചവെക്കുന്നു. നല്ല രീതിയിൽ അത് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ മോട്ടിലാൽ ഓസ്വാൾ അതിന് ഒരു നല്ല സാധ്യതകളുള്ള 75% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുന്നവർക്ക് ലക്ഷ്മി ഡെൻ്റൽ ലിമിറ്റഡ്. അതായത് അതിപ്പോൾ 3 തരത്തിലുള്ള വരുമാനമാണ് അവർക്കുള്ളത്. അതായത് ഈ ഡയഗ്നോസ്റ്റിക് സെൻ്ററുകൾ, ക്ലിനിക്കുകൾ, പിന്നെ അത് കയറ്റുമതി ചെയ്യുന്ന ഉപകരണങ്ങൾ, ഡെൻ്റൽ ഉപകരണങ്ങളെല്ലാം നിർമ്മിക്കുന്നുണ്ട്. അതൊക്കെ 90 രാജ്യങ്ങളിലോളം കയറ്റുമതി ചെയ്യുന്നുണ്ട്. 22,000-ഓളം ക്ലിനിക്കുകൾ അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ മേഖലയിലെ ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിലും കയറ്റുമതി ചെയ്യുന്നതിലുമൊക്കെ മുൻനിരയിൽ നിൽക്കുന്നവരാണെന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. ഈ ഫീൽഡ് യുണീക്കായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ അവർ മുന്നോട്ട് നീങ്ങുന്നവരാണ്. 542 ലിസ്റ്റ് ചെയ്ത ലിസ്റ്റ് പ്രൈസ് 542 ആയിരുന്നു IPO പ്രൈസ്. അത് ഇപ്പോൾ 467 രൂപയിൽ ട്രേഡ് ചെയ്യുന്നത്. 467 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന 25,650 കോടി രൂപ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ്. B2B ബിസിനസ് കൂടാതെ B2C ബിസിനസ് 2 രീതിയിലും അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഈ ഉപകരണങ്ങളൊക്കെ കമ്പനികൾക്ക് വിൽക്കുകയാണ്. അതായത് ഇപ്പോൾ ഇതുപോലെയുള്ള ക്ലിനിക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് 90 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് അവർ. അതുകൂടാതെ നേരിട്ട് ക്ലിനിക്കുകളും ഈ അലൈൻമെൻറ്റ് സംബന്ധിച്ച് പല്ലിനുണ്ടാകുന്ന അലൈൻമെൻറ്റ്, പീഡിയാട്രിക് ഡെൻ്റൽ കെയറാണ് മെയിനായിട്ടുള്ള വേറൊരു വിഭാഗം അവരുടെ. അതൊക്കെ അവർ യുണീക്കായിട്ടുള്ള പ്രവർത്തന മേഖലയാണ്. ഈ മേഖലയിൽ അവർക്ക് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് വളരെ കുറഞ്ഞ ഒരു സമയമാണ്. ലീഡിങ് പൊസിഷനിൽ അവർ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഷെയറിനെ ഒന്ന് ശ്രദ്ധിക്കാൻ കാര്യം. ഇപ്പോൾ 542 രൂപയിൽ IPO വന്നെങ്കിലും അതിൽ നിന്ന് കഴിഞ്ഞ് അത് 313 രൂപ വരെ താഴെ പോയി.
ഗംഭീരമായ ലിസ്റ്റിംഗ് നടന്നു. 588 രൂപയിൽ ലിസ്റ്റ് ചെയ്തു. എന്നിട്ട് അത് താഴോട്ട് പോയി 313 രൂപ വരെ വന്നിരുന്നു. വീണ്ടും അത് അവിടെ നിന്ന് കയറി ഇപ്പോൾ 467 രൂപയിലെത്തി നിൽക്കുകയാണ്. 540 എന്ന് പറയുന്ന മേഖലയിലേക്ക് ഉടനെ എത്തുമെന്നാണ് മോത്തിലാൽ ഒസ്വാളൊക്കെ പറയുന്നത്. അതിൻ്റെ ലോങ് ടൈം ടാർഗറ്റ് പറയുന്നത് 750 രൂപയുമാണ്. അപ്പോൾ നമ്മളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്കാണ് ഈ ലക്ഷ്മി ഡെൻ്റൽ ലിമിറ്റഡ്. നോക്കുക, നിങ്ങളുടെ ലിസ്റ്റിലൊന്ന് പെടുത്തുക, വാച്ച് ചെയ്യുക, റിസർച്ച് ചെയ്ത് അതിൻ്റെ കമ്പനി വിവരങ്ങളൊക്കെ അറിയുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിക്ഷേപം നടത്തുക. അതൊരു നിക്ഷേപത്തിനുള്ള റെക്കമെൻഡേഷൻ ഒന്നുമല്ല. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ നമസ്കാരം. എന്നെ ആദ്യമായി ശ്രമിക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സഹായിക്കുക. നിങ്ങളുടെ സഹകരണമാണ് എൻ്റെ ശക്തി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വീണ്ടും കാണാം.